എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്നത്തെ നമ്മളെ റെസിപ്പി വളരെ ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കോൺ വട. കോൺ വെച്ചുള്ള സ്വീറ്റ് കോൺ വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം, അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വടയ്ക്ക് ആദ്യം വേണ്ടത് സ്വീറ്റ് കോൺ ആണ്. അതൊരു കപ്പാണ് ഞാൻ ഇവിടെ എടുത്തത്, ഫ്രഷ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും വാങ്ങുമ്പോൾ കുറച്ച് മൂത്ത ടൈപ്പ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പോൾ ഇവിടെ എനിക്ക് ഇളയതാണ് കിട്ടിയത്, അപ്പോൾ അതിൽ വെള്ളം കുറച്ച് കൂടുതലായിരിക്കും അരയ്ക്കുന്ന സമയത്ത്. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. ഒരു അര സവാള, കുറച്ച് വലിയ സവാളയായിരുന്നു, അപ്പോൾ അര സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, പച്ചമുളക് 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, കറിവേപ്പില രണ്ടും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് വടയ്ക്ക് വേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് സ്വീറ്റ് കോൺ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വെള്ളം നന്നായിട്ട് കളയണം. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മഷി പോലെ അരയ്ക്കുന്നില്ല, ജസ്റ്റ് ഒരു കടിക്കുന്ന രീതിയിൽ അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വല്ലാതെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കടിക്കുന്ന രീതിയിൽ അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇഞ്ചിയാണ്, ചെറുതായി അരിഞ്ഞത്, അതുപോലെ തന്നെ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനവിടെ 2 എണ്ണമാണ് ചേർത്തത്. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില, അതുപോലെ തന്നെ മല്ലിയില, ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് സ്വീറ്റ് കോൺ ആയതുകൊണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റവ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ റവയ്ക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ എന്ത് വേണമെങ്കിലും ചേർക്കാം. നമ്മുടെ ആ മാവ്, വടയുടെ മാവ് ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള, ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ചേർക്കാം. അതായത് നമ്മളുടെ ഈ ഒരു മാവ്, വടയുടെ മാവ് ഒന്ന് ടൈറ്റ് ആവുന്നത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചു. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം. വേണമെങ്കിൽ സാധാരണ നമ്മൾ പരിപ്പ് വട ചെയ്യില്ല, അതേപോലെ തന്നെ ചെയ്യാം. വട്ടത്തിൽ പരത്തിയിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തീ ചൂടാക്കിയ ശേഷം പിന്നീട് ഇത് ഇട്ട് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരു സൈഡ് ആകുമ്പോൾ അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാം. നന്നായി ആയ ശേഷം നമുക്കത് കോരി മാറ്റാം. അവിടെ എല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട്, നമുക്കിത് കോരി മാറ്റാം. എന്നിട്ടൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയാണ് ചെയ്യാൻ, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.